ഹലോ ഗായ്സ്, നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇതുവരെയുള്ള ദിവസങ്ങളിലൊന്നും സംസാരിച്ചിട്ടൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ലാസ്റ്റ് ഡേ അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഇത് ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. ശനിയാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. 5 മിനിറ്റ് വെക്കാനൊക്കെ പറഞ്ഞു, 5 മിനിറ്റ് വെച്ചിട്ട് ഒരാവും, പക്ഷെ ടേസ്റ്റ് ഇല്ല ഗൈസ്. Bye guys. Heading to the last day. പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ലഗേജ് എല്ലാം കൂടെ. ഇത് ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് സെഷൻ്റെ ഇടയിൽ ഇറങ്ങി വന്നതാണ് ഞാനതിന്. കാരണം നമുക്ക് ഇവിടുന്ന് 6 o'clock ആകുമ്പോൾ തന്നെ ഇറങ്ങണം. 9 o'clock ഫ്ലൈറ്റ് വരുന്നത്. ഒരു 1 hour ഡ്രൈവ് എന്തായാലും ഉണ്ട് എയർപോർട്ടിലേക്ക്. സോ ഇനി ഫ്ലൈറ്റ് മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫാദർജിയുടെ പ്രത്യേക ഓർഡർ പ്രകാരം നമ്മൾ ഇവിടുന്ന് 6 o'clock ഇറങ്ങണം. സർട്ടിഫിക്കറ്റാണ് ഇനി കിട്ടാനുള്ളത് കാര്യമായിട്ട്. അത് ഒരു 3:30 അവർ തുടങ്ങാമെന്ന് പറഞ്ഞു. 6ൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് വാങ്ങിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കൊറിയർ സർവീസിന് കൊടുക്കേണ്ടി വരും. ഇത് 4 ദിവസമായിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ. ഞങ്ങൾ ഏറ്റവും മുകളിൽ ആണുള്ളത്. ഈ ഹോസ്റ്റലിൻ്റെ 6th ഫ്ലോറിലാണുള്ളത്. സോ അവർ ടെറസിൽ എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്താ പറയുക, നിയർലി 2 months ഒക്കെ വർക്ക് ചെയ്തൊരു സാധനം നല്ലപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അതിൽ നിന്ന് കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് ഗൈസ്. പിന്നെന്താ, കുറേ ആൾക്കാരെ കാണുക, കുറേ സംസാരിക്കുക, അതാണ് ആക്ച്വലി എൻ്റെ ഇഷ്ടം. ആൻഡ് അത് നടത്തി ആൻഡ് നല്ലപോലെ ആയി. കുറേ കോണ്ടാക്ട്സ് ഉണ്ട്, മലയാളീസും ഉണ്ട് ഗൈസ്. ഇന്നലെ പ്രസൻറ്റേഷനൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഒരാളെ കണ്ട്. അതിങ്ങനെയായിരുന്നു, ആൾ വേറൊരാളോട് മലയാളിയാണോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് ഞാൻ അവരോട് പോയിട്ട് നിങ്ങൾ മലയാളിയാണോ എന്ന്, അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത്. പാലക്കാട് നിന്നായിരുന്നു, ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ PGക്ക് പഠിക്കുന്ന ഒരു ചേച്ചി.
കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ആളെ കൂടുതൽ കാണാൻ പറ്റിയില്ല, കാരണം ഓരോരുത്തർ ഓരോ സെഷനിലായിരിക്കും ഉണ്ടാകുക. കുറേ മലയാളീസ് ഉണ്ട് ഇവിടെ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ 1-2 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ കാര്യമായിട്ട്. പിന്നെ ഇവിടെ വാർഡനുണ്ട് അക്കോമഡേഷനിൽ നിൽക്കുന്ന, അവർ മലയാളിയാണ്. ഇന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആൾ കൊച്ചിയിലാണ്, ഇവിടെ 1 വർഷമായിട്ടാണ് അവരുള്ളത്. നമ്മളില്ലാത്ത ഒരു ഏരിയ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. പിന്നെന്താ, അധികം ആസാമീസ് തന്നെയാണ് സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരാരും നമുക്ക് മനസ്സിലാവില്ല കാര്യം, കാരണം എല്ലാവർക്കും കുറേ ട്രേറ്റ്സ് മിക്സ് ആയിട്ടുള്ളവരുള്ളത്. ചിലർക്ക് കൊറിയൻ ലുക്ക് ഉണ്ട്, ചിലർക്ക് ഒരു നേപ്പാളീസ്, ചിലർ ഇന്തോനേഷ്യ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് അവർക്കുള്ളത്. പിന്നെ ഒരേപോലെ കുറേ ആൾക്കാർ അങ്ങനെ തോന്നും നമുക്ക് ഇവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഗേൾസ് ഇവിടെ പഠിക്കുന്ന കുറേ കുട്ടികൾ കുറേ പോലെ തോന്നും അവരുടെ ഫീച്ചേഴ്സ്. പിന്നെ നല്ലതാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അക്കോമഡേഷൻ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ സിൻസ് ഒരു ഹില്ലി ഏരിയയിലാണ് നമ്മളുള്ളത്, അപ്പോൾ ഇവിടേക്ക് ഒരു എന്താ പറയുക, കോമൺ ആണ് ഇവിടെ വെള്ളം ഇല്ലാതാവുന്നത്. ഒരു മഞ്ഞ കളറുള്ള വെള്ളമൊക്കെയാണ് വരിക. സോ കുടിക്കാൻ ഞങ്ങൾ ബോട്ടിൽ വാങ്ങാൻ ചെയ്തത്, അതല്ലാതെ വെള്ളമുണ്ട് ഹയർ. പിന്നെ ഫുഡ് ഇതിൽ ആഡഡ് അല്ല. നമുക്ക് എനിക്ക് ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ആയതുകൊണ്ട് ലഞ്ച് അവർ കൂപ്പൺ വഴി തരും. പക്ഷേ എൻ്റെ ഫാദർക്കില്ല. പക്ഷേ ലാസ്റ്റത്തത് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഐ മീൻ ഇന്നത്തത്. പിന്നെ അതല്ലാതെ പിന്നെ ബാക്കി ഫുഡൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ കണ്ടല്ലോ നൂഡിൽസാണ് കഴിച്ചത്. കാരണം ഇവിടെ സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ അധികം പേർക്കും ലീവാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ പോലെയാണെന്ന് തോന്നുന്നത്. ഇന്നിപ്പം ഒരു ഫൈൻ ആർട്സിലത്തെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ അവർക്ക് നല്ല എക്സാം ആയിരുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലീവാണ് അവർക്ക് ആക്ച്വലി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോലെ. ഇവിടെ ഓരോ ബ്ലോക്ക് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ്, അങ്ങനെയാണ് കാണിക്കുന്നത്. ബ്ലോക്ക് സി, ബ്ലോക്ക് ബി, ബ്ലോക്ക് സി ആണ് ഫൈൻ ആർട്സിലുള്ളത്. അങ്ങനെ പിന്നെന്താണ്, അതല്ലാതെ പിന്നെ അവർക്ക് ക്യാൻറ്റീൻ വഴി അവർക്ക് ഫുഡ് കിട്ടും ഇവിടുത്തെ സ്റ്റുഡൻസിന്. നമ്മൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട്, ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ് ഷോപ്പുള്ളത്, ഫുഡ് കോർട്ട് പോലെ, എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട ഫുഡൊക്കെ അതാണ്. ലഞ്ച് മാത്രമാണ് ഈ കൂപ്പണിൽ ഉണ്ടാകുക. അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ കോളേജിലേക്കാണ് പോയത്. അവിടുത്തെ ഫുഡ് വേറെ തന്നെ ആയിരുന്നു, ഒരു സദ്യ പോലെ ആയിരുന്നു അവർക്ക്. കുറേ നട്ട്സ് കാര്യങ്ങൾ കയറ്റ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചിലതും നമുക്കങ്ങനെ വലിയൊരു നമ്മുടെ ടേസ്റ്റ് ബഡിന് പോകുന്നതല്ല, പക്ഷെ എന്നാലും വിശപ്പും അങ്ങനെ. പിന്നെ പ്രസൻറ്റേഷൻ്റെ കൂടെ ആയതുകൊണ്ടേ ശരിക്കും ആസ്വദിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, അങ്ങനെ. പിന്നെന്താ പറയാനുള്ളത്, ഇവിടുത്തെ ക്ലൈമറ്റ്. ഞാൻ വരുമ്പോൾ നല്ല വെയിലാണ് ഇവിടെ, നല്ല ചൂട്. ഇവിടെ റൂമൊക്കെ ഫുള്ള് ചൂടായിരുന്നു. എന്നിട്ട് AC റൂമാണ് ബുക്ക് ചെയ്തത്, പക്ഷേ AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ രാത്രി, അതായത് ഇവിടെ എപ്പോഴാണ് ഒരു ടൈം വരുന്നത്, നമ്മളെ മഗ്‌രിബ് ഉണ്ടല്ലോ, അതായത് സന്ധ്യാസമയം ആവുന്നത് 4:45, നമ്മുടെ 6:30 പോലെ ഉണ്ടാകും ഇവിടുത്തെ 4:30. അപ്പോൾ അവർ പറഞ്ഞ അപ്പോഴാണ്, അതായത് 6:30, അതായത് രാത്രി അവർക്ക് അപ്പോഴാണ് അവരിവിടെ AC ഓൺ ആക്കുകയെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഫുള്ള് ചൂടാണ് വരുന്നത്. ഞങ്ങൾ ട്രാവലിങ്ങും അല്ലേ, അപ്പോൾ ട്രാവലേഴ്സിന് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഫസ്റ്റ് ഡേയിലൊക്കെ. പിന്നത്തെ ദിവസമുണ്ട് പിറ്റേന്ന് മഴ പെയ്യുന്നു, പിന്നെ വെയിലും ഇല്ല മഴയും ഇല്ലാത്തൊരു ക്ലൈമറ്റായി പിന്നെ അങ്ങനെ. അപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അൺപ്രഡിക്റ്റബിൾ ആണ് സാധനം, അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് എടുക്കുന്നവർക്ക് എടുക്കാം, സ്വെറ്റർ എടുക്കുന്നവർക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പല ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല, അതുകൊണ്ട്. പിന്നെ വേറെ എന്താ പറയുള്ളത്, കുറേ സംഭവമാണ്. ഞാനങ്ങനെ മേ ബി ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ ക്ലിപ്പ് വരുമ്പോൾ ഓർമ്മ വന്നാൽ ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്യട്ടെ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും ഇതേപോലെ പേപ്പറുകളൊക്കെ പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് ഇനിയിപ്പോഴാണ് പോകുമെന്നറിയില്ല. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ അകത്തായാലും വേണ്ടില്ല, ഇങ്ങനെ ഓൺലൈന് ഇൻഷാല്ല ചെയ്യണം. പക്ഷെ അതല്ലാതെ ഓഫ്ലൈനും കൂടി ചെയ്യാൻ പറ്റണം. പിന്നെ ഇതെന്താണ്, ഇപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ചിലർക്ക് മാത്രമാണ് കുറച്ചെങ്കിലും അറിയാം. എംസ പറഞ്ഞത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് എന്താ സംഭവം, എങ്ങനെയാണ് പോയത്, വന്നത്, ചെയ്തത്, എന്താ ചെയ്തത്, ആ സംഭവങ്ങളൊക്കെ. അത് മീൻസ് ഇതിന് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോ അതെല്ലാം കൂടി എന്താ ഒരു വീഡിയോ ചെയ്യാൻ കിടക്കട്ടെ. പിന്നെന്താ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഇനിയിപ്പോൾ എന്താ, ഔട്ട്ഫിറ്റ് മാറ്റണം. നമ്മൾ ഇന്നലെ ആയിരുന്നു എൻ്റെ പ്രസൻറ്റേഷന്. ഇന്നലെ ആയിരുന്നു ഞാൻ ആ കോട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇന്നിപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ മുതലാക്കണ്ടേ, അതുകൊണ്ട് ഇന്ന് അതിട്ടിട്ട് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു, വാലിഡേഷൻ സെറമണിയിൽ ബേസിക്കലി നല്ല പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് അവാർഡ് ഉണ്ട്.
ഉണ്ടെങ്കിൽ ഉണ്ടാകും, അറിയില്ല. കാരണം കുറേ ആൾക്കാരുണ്ട് നമ്മുടെ മീൻസ് ഒരു സെഷനിലുള്ളത് മാത്രമല്ലല്ലോ നോക്കുക, എല്ലാം കൂടി ചേർത്തിട്ട് UGയും PGയും നിന്നിട്ട് 2 അവാർഡാണ് വരുന്നത്. പേപ്പർ പ്രസൻറ്റേഷന്, പോസ്റ്റ് പ്രസൻറ്റേഷന് 3 അവാർഡ് ഇട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിങ്ങനെ അവർ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകും. അവർ എബ്സ്ട്രാക്റ്റ് വായിച്ച് റിവ്യൂ ചെയ്ത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലോങ് ലിസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരിതിൽ ലൈക്ക് ആൾക്ക് കൊടുക്കുക. സോ അറിയില്ല, എന്തായാലും നമ്മൾ ആ സെറമണി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നീ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. കാരണം അതിന് ശേഷം ഒരു ചായയൊക്കെ തിന്നിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഇവിടുത്തെ ചായ നല്ല രസമാണ്, ചെറിയൊരു ഗ്ലാസ്സാണ്. പുറത്ത് ഇതിന് 10 രൂപയാണ് ഇട്ട് അവർ പറയാം. നമ്മൾ ഇന്നലെ കോളേജിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കിട്ടുന്ന ചായ ഒരു പാൽപ്പൊടി ചേർത്തിട്ടുള്ള സംഭവം തന്നെയാണ്. ഷുഗർ പൗഡറാണ്, അവർ തന്നെ പൗഡർ ആക്കുന്നതാണ്, കഷ്ടപ്പെട്ട് എന്തിനാണെന്നറിയില്ല. മറ്റേതായിരുന്നു നല്ലത്, കാരണം ഇത് എത്ര ഇട്ടിട്ട് മധുരമില്ല. ഞാൻ ഓവർ മധുരം കഴിക്കാത്ത ആളാണ്, പക്ഷെ എന്നാലും നമ്മൾ നേരൊരു മധുരം ഇടുമല്ലോ, ഇത് എത്ര ഇട്ടിട്ടൊരു നേരിയ മധുരത്തിൻ്റെ ഇതിലേക്കും എത്തുന്നില്ലേക്കും. അങ്ങനെ പിന്നെന്താ, അത്രേ ഉള്ളൂ, ഇനിയൊന്നും പറയില്ല. ഓൾറെഡി വീഡിയോ കുറേ ആയിട്ടുണ്ടാകും. ഇനി അതായത് എൻ്റെ കഥാപ്രസംഗം ആഡ് ചെയ്യാത്ത ഞാനിതാണ്, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് വ്ളോഗൊക്കെ പാടെ ഭയങ്കര ഇതാവും. പാർട്ട് 1 പാർട്ട് 2 പിന്നെ ഞാൻ ഓരോ ദിവസത്തിനാക്കേണ്ടി വരും. ഇത് ഞാൻ ഒരു വീഡിയോയിൽ 2 ദിവസം ആക്കിയാലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ ഫ്രം 21st to 27th ഞാൻ നാട്ടിൽ റീച്ച് ആവുക. സോ അതുവരെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി ആകുമല്ലോ ഓൾറെഡി വീഡിയോ. പിന്നെ എല്ലാത്തിനും സബ്ടൈറ്റിലൊക്കെ കൊടുത്ത് എല്ലാത്തിനും ആഡ് ചെയ്ത് ട്രാൻസിഷനൊക്കെ കൊടുത്ത് ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത്. എൻ്റെ ഫോണിൽ ഒരു വരൾച്ച പതിച്ച മാതിരിയാണ് ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടുന്നത്. നേച്ചർ ഫോട്ടോസൊക്കെ പിന്നെയും കിട്ടും, പക്ഷേ മനുഷ്യന്മാരെടുത്ത് കഴിഞ്ഞാൽ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതിമേൽ ഇരിക്കണം, എന്ത് ചെയ്യാൻ, ഐഫോണൊന്നുമല്ല. ഐഫോണും ആൻഡ്രോയിഡ് തമ്മിൽ തല്ലായതുകൊണ്ട് എനിക്ക് ആൻഡ്രോയിഡാണ് ഇഷ്ടം യൂസ് ചെയ്യാൻ. പക്ഷേ ഫോട്ടോ കാര്യത്തിന് ഐഫോണാണ് നല്ലത്, ഏക്രി. കാരണം എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഐഫോണിന് കൊണ്ടാണ് ഞങ്ങൾ കുറേയൊക്കെ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടൽ. പിന്നെന്താണ്, ഈ ഒരു പ്രസൻറ്റേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇത് ഇങ്ങനെ ലൈക്ക് അങ്ങനെ ആക്കാൻ പറ്റിയതിൽ അതിൻ്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ആവുന്നതിൽ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1-2 ആൾക്കാർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് പക്ഷേ അവരെന്തായാലും ഈ വീഡിയോ ഒക്കെ കാണും. ആക്ച്വലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദം. പിന്നെന്താ, നല്ല വ്യൂ ആണ് ഇവിടെ. ഒരു എന്താ പറയുക, നമ്മളെ നാട്ടിലത്തെ ലൈക്ക് ഇനിയിപ്പോൾ അതിന് തല്ലാവുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ 2ൽ പഠിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാണ്. ഒരു CBSE സ്കൂള് സെറ്റപ്പാണ് കാര്യമായിട്ട് വരുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇന്നലെ പോയ കോളേജ് നമ്മുടെ ഗവൺമെൻറ് കോളേജ് ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പിലാണ് ഉള്ളത്. അതെനിക്ക് എന്ത് വിചാരിച്ചതിന് വേണ്ടിയില്ല, അങ്ങനെയാണ്. പിന്നെ എന്താണ്, എക്സാം ഉണ്ട് ഗൈസ്, സെം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് 29th. ഒരു വസ്തു പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് അവർ 29th വെച്ച് ഡേറ്റ് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 29th. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി വന്ന് പിറ്റേന്ന് തന്നെ എക്സാം ചെയ്താൽ പോലെ ഞാൻ 27th എത്തുള്ളൂ. പക്ഷേ അവർ 29th ആക്കിയിട്ട്, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എത്ര ദിവസം ഉണ്ടായാലും നമ്മൾ അതിൻ്റെ തലേന്നേ പഠിക്കുള്ളൂ. കോമൺ പേപ്പറാണ്, പക്ഷെ അത്യാവശ്യം ഉണ്ട് പഠിക്കാൻ കുറേ സംഭവങ്ങളായിട്ട്. പിന്നെന്താ, എക്സാം വരുമ്പോൾ പക്ഷേ ഇത് അടിച്ച് പൊളിക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു മൊമെൻറ്റ് ഇതൊക്കെ ഞാൻ പറയും. പക്ഷേ എൻ്റെ ഓവർ തിങ്കിങ് കാരണം ഞാൻ അതും എൻ്റെ സൈഡിൽ കൂടെ എനിക്കറിയില്ല ഞാൻ എപ്പോഴും എൻ്റെ ബുക്കൊക്കെ വായിക്കുന്നത്. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം അപ്പുറത്തെ ബിൽഡിങ്ങിൽ ടെറസിൽ പണിയെടുക്കുന്നുണ്ട് ആൾക്കാർ. സ്പെക്സ് ഇടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴാണ് കാണുന്നത്. വട്ടൂർ അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, എന്താ പറഞ്ഞു വന്നത്, കാൽഷ്യം ബേസ് ഉണ്ട് തോന്നിട്ട്. എക്സാമായിരുന്നു. ഓ മൈ ഗോഡ്, നമുക്ക് ആ ടോപ്പിക്ക് മാറ്റാം. ഇനിയിപ്പോൾ പിന്നെ പ്ലേയിലേക്ക് എനിക്കത് ഓർമ്മ വരില്ല, വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. സമയം 2 മണിക്ക് വന്നിട്ടുണ്ടോ, ഞാനിവിടെ നിന്ന് മാറ്റാനാണ് വന്നത്. 2:30 വരെയാണ് ആ സെഷൻ ഉള്ളത്. അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ ആ വാലിഡേഷൻ സെറമണി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഓ ഞാൻ ഇത്ര നേരം കണ്ടത്. ഓക്കെ പിന്നെന്താ,
അത്രേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലിപ്പിൽ വരുന്നതാണ്. ഇപ്പോൾ എനിക്കൊന്നും ഉറപ്പം കിട്ടാൻ, എനിക്കെന്തോ പോയിന്, മൊത്തം പോയിന് ഗൈസ്. ടീ വിത്ത് മുസ്കാൻ. The last day, right? Yeah. നമ്മൾ റൂമിലോട്ട് പോവാണ്. എല്ലായിടത്തും ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചാണ്. അവർക്ക് ദീപാവലി നേരത്തെ തോന്നുന്നുണ്ട്. നൈറ്റ് വ്യൂ നല്ലതുണ്ടാവും, പക്ഷെ നമ്മൾ നൈറ്റ് ഇവിടെ ഇല്ല ഗൈസ്. നമ്മൾ നേരത്തെ പോകും. ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവരിവിടെ നിന്നുണ്ടാവും. 10:30 വരെയാണ് തോന്നുന്നത് അവരുടെ കർഫ്യൂ. അത് കഴിഞ്ഞാൽ ഉള്ളിൽ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഗേൾസും ബോയ്സും എല്ലാവരും ഉണ്ടാകും. ഓപ്പോസിറ്റ് കാണുന്നതൊക്കെ ഹോസ്റ്റൽസാണ്. ഗേൾസ് ഹോസ്റ്റലാണ്. ഓക്കെ, ബോയ്സ് ഹോസ്റ്റൽ കുറച്ച് അപ്പുറത്തായിട്ടാണ്. എവിടെയാണ്? ഒരു ഡോമിനോസ് ഉണ്ട്, കുറേ ചെയറുണ്ട്. ഒരു ലോണ്ടറി ഷോപ്പാണ്. വി ആർ ഗോയിങ് ടു ദി ഹോസ്റ്റൽ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഫുൾ വീഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിലുണ്ടാക്കും. 600ഓളം ഡെലിഗേറ്റ്സ് ഉണ്ടായതുകൊണ്ട് അവർ സ്റ്റേജിലൊന്നും വെച്ചിട്ട് തന്നിട്ടില്ല ഗൈസ്. ബട്ട് എവറിത്തിങ് ഈസ് ദേർ. വീഡിയോയിൽ ഔട്ടായിട്ടാണെങ്കിലും ഫോട്ടോ കാണിച്ചിട്ട് നല്ല മുഞ്ചുള്ള സർട്ടിഫിക്കറ്റ്. വൺസ് അപ്പോൺ എ ടൈം 4 ദിവസം മുന്നേ ഇവിടുന്ന് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. ഇതിപ്പോൾ അവസാനമായിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. ഒരു റൂംമേറ്റ് ഇന്ന് രാവിലെ പോയി, അടുത്ത റൂംമേറ്റ് നാളെ രാവിലെ പോകും. ഇന്ന് ഞാൻ പോകും. പാക്കൊക്കെ ചെയ്തു. ഷോറിയുണ്ട്. ഇതായിരുന്നു എൻ്റെ താമസം. പോവുകയാണ് ഗൈസ്. നല്ല ഐശ്വര്യമുണ്ട് ഗൈസ്. എല്ലാം സെറ്റായിട്ട് ഇറങ്ങിയപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. കറണ്ട് കുറേ നേരം പോയി ഒന്ന് കളിച്ചെങ്കിൽ, പക്ഷെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ ലിഫ്റ്റ് വർക്കിങ്ങിലല്ല ഗൈസ്. ഇത് കണ്ടാൽ നിങ്ങൾ ഏത് സമയം പറയും? ചെറിയൊരു ആക്ച്വലി 520. നമ്മുടെ 520 ഇവരുടെ 520 നോക്കും. വാവായിട്ടുണ്ട്. വേഗം രാത്രിയാകും. ക്ലാസ്സൊന്നും ചിലപ്പോൾ വല്ല ഉണ്ടാവില്ല. അങ്ങനെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെയാണ് ഇവർ പോകല് കാണല്. ഇതൊക്കെ ഹില്ലാണ്, പക്ഷെ ലൈവായിട്ട് കാണുന്ന ക്ലാരിറ്റി ഫോണിൽ കിട്ടൂല. വളരെ നല്ല അപ്ഡേറ്റഡ് ഫോണായതുകൊണ്ട്. നമ്മൾ പോവുകയാണ് ഗായ്സ്. എയർപോർട്ടിലാണ് ഗൈസ്.
പപ്പ നോക്കി നോക്കി. നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നിൽ പോകണം, അവരെല്ലാവരും ഇങ്ങനെ ബാക്കിൽ പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി ഗൈസ്. ഉള്ളിൽ നല്ല തണുപ്പാണെങ്കിലും പുറത്തൊക്കെ നല്ല വിങ്ങുന്നുണ്ട് ഗൈസ്. ദിസ് ഇസ് റഫ്ന ഫ്രം കോഴിക്കോട്.